അപ്പൊ ഇന്നെന്താ ചെയ്യാൻ പോണത്? ഇന്ന് വെറുതെ നടക്കാൻ പോകുന്നു. ക്രിസ്മസ് ഫുഡ് കഴിച്ചില്ലേ? നെയ്ച്ചോറൊക്കെ കഴിച്ചത് കാരണം ഒന്നും ചെയ്യുന്നില്ല, നടക്കുകയാണ് ഇങ്ങനെ പറമ്പിൽ കൂടെ. നെയ്ച്ചോറൊക്കെ കഴിച്ച് കിടക്കണ നേരത്തെ കിടക്കണമെന്നൊക്കെ വിചാരിച്ച എന്റെ കാലൊക്കെ എപ്പോഴും വേദന തന്നെയാ, നിന്ന് 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 പണിയെടുത്തിട്ട്. പക്ഷേ ഞാൻ വിചാരിക്കും ഇവിടുത്തെ ഈ ചെറിയ നമ്മളെ മേപ്പിൾ ട്രീസിന്റെ ചെറിയ തൈകളുണ്ടല്ലോ, അതൊക്കെ ചെറിയ കുട്ടിച്ചാക്കിലേക്ക് ആക്കിയിട്ട് ഇവിടെയൊക്കെ നമുക്ക് നോക്കി ക്ലിയർ ചെയ്തിട്ട് വെജിറ്റബിൾ ഗാർഡൻ ആണോ ഫ്രൂട്ട് ആണോ? വെജിറ്റബിൾ ഗാർഡനോ കുറച്ച് കൊറേ ഉണ്ട് ആക്ച്വലി കളയാനാണെന്നുണ്ടെങ്കിൽ. ഏരിയയിലുള്ളൊക്കെ എടുക്കാം. വെറുതെ വെട്ടി കളയുന്നതിന് പകരം വെട്ടി കളയുന്ന എന്തിനാ? നല്ല വിലയാണ്. ഓരോന്നിന് $5 ചെറുതിന് കിട്ടും. മനസ്സിലായോ? ഇവിടെ ആകുമ്പോ വീടിന്റെ അവിടെ അധികം ദൂരല്ലേ, അപ്പൊ പൈപ്പൊക്കെ എത്തിയാ സുഖ. ബാക്കിലത്തെ പൈപ്പ് കൊറേ ഉണ്ട്, കൊറേ തൈകളുണ്ട്. അപ്പൊ ഈ കാണുന്നത് മൊത്തം തന്നെയാണ്. നമുക്ക് ബോർഡർ മാതിരി ഒരു മരം വീണെടുക്കണ്ട്, കണ്ടാ? വീണതാ? ഇതിപ്പോ ഈ അടുത്ത് വീണതാ? ഇത് ഈ അടുത്ത് വീണ സംശയമുണ്ട്. ബാക്കിയുള്ള അടുത്ത് വീണ മാതിരി ഉണ്ടല്ലോ. അതിന് ബാക്കിയുള്ളത് അവിടെ വീഴാൻ പാകത്തിനൊക്കെ എടുക്കുന്നുണ്ട്, ചെരിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ മുകളില് ഇത് ലീവ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ഈ അടുത്ത് വീണ പോലെ ഉണ്ടല്ലോ കണ്ടിട്ട്. ഈ കാറ്റത്ത് വീഴുന്നതൊന്നും അറിയുന്നില്ല. ഇതിന്റെ ഉള്ളിലുള്ള ഈ മുള്ളുള്ള ഇതുണ്ടല്ലോ, അതൊക്കെ വെട്ടിക്കളയണം. മരം കണ്ടില്ലേ? ഈ മരം നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള മരം. ഒരു മരം അത് വീഴാളാണ്. ഏത്? അത് ശരിയാ. അത് വെട്ടിക്കളയ എന്തേലും ചെയ്യണം. അത് ചെയ്യേണ്ടി വരും. അത് ശരിയാണ്. തന്നെ ഇഷ്ടംപോലെ മരങ്ങള് വീണത് എടുത്തിട്ട് മാറ്റാണ്ട് ഒരു കൊല്ലത്തേക്കുള്ള പണിയുണ്ട്. നാളെ ഫുൾ ഡേ ഇറങ്ങാം നമുക്ക്. പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലേ ഒരു കൊല്ലം നോൺ സ്റ്റോപ്പ് പണിയെടുക്കാനുള്ള മരങ്ങൾ വീണിറക്കുന്നുണ്ട്. ഞാൻ നമ്മളെ ഇവിടുത്തെ ഓറഞ്ച് റിബൺ ഉണ്ടല്ലോ, അത് നോക്കുക. ഓറഞ്ച് റിബൺ അപ്പുറത്താണ്. എവിടെ? അല്ലല്ല, ഈ ഭാഗത്ത്. അതിന്റെ അപ്പുറത്ത് കൂടെ അങ്ങനെ പോണാണ്. അതെവിടെന്നാ ഞാൻ നോക്കുന്നത്. കാണു എവിടെ? അവിടെ കുറച്ചുകൂടി നോക്ക്. എനിക്ക് ഒന്നും കാണാൻ മേല. അതാ കണ്ട് ഇവിടെയൊക്കെ ഇത് നോക്കിയേ, എത്രയാണല്ലേ ഈ മേപ്പിൾ ട്രീസ്. ഇതിൽക്കൂടെ ഇത് നോക്കിയേ, എനിക്ക് തോന്നുന്നത് ഇതാ കയോട്ടീന്റെ ഫുട് പ്രിന്റ്സ് ആവുന്നുണ്ട്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുണ്ടല്ലോ, വീട്ടിലേക്ക് റോട്ടിൽ നിന്ന് തിരിയില്ലേ, വലിയ വലിയ പാടുകളുണ്ട്, കണ്ടാ? മാനിന്റെ ഉണ്ട്. മാനിന്റെ ഇത് മാനാണ്. അത് മാനാണ്. കുഴിക്കിടന്ന് മാനാണ്. ഇത് എന്റേതാണ്. ഇത് വലിയൊരു മാനാ. ഇത് വലിയ മാനാണ്. നോക്കിയാ, ഇത് രണ്ടും കണ്ടാ? അത് കയോട്ടീസിന്റെ ഫുട് പ്രിന്റ്സ് ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടാ. ഇല്ലെങ്കിൽ നമ്മളെ മറ്റേ ക്യാമറയിലില്ലേ, ട്രെയിൽ ക്യാമില് കൊറേ കയോട്ടീസ് വരുന്നത് കണ്ടില്ല? അയ്യോ, എന്താ പറയാ, അതിന്റെ ബ്രാഞ്ചൊക്കെ എന്നാണോ വീഴാൻ പോകുന്ന? റിബൺ കെട്ടി വെച്ചിരിക്കുന്ന ബ്രാഞ്ചൊക്കെ. ഈ മരം ഒന്നായിട്ട് പോയതാട്ടോ. നോക്ക്, ബാക്കിലത്തെ. അല്ല, ഏട്ടൻ നേരത്തെ കാണിച്ചത് അതാണ്. നോക്ക്. ഹലോ, ഏട്ടൻ കാണിച്ചത് അതാണ്. ഇത് നോക്കി, ഇത് രണ്ടും ഇതിനൊക്കെ ആയുസ് കഴിഞ്ഞപ്പോ അങ്ങനെ ഇതായിപ്പോയതാ. സൺലൈറ്റും ഇതൊക്കെ വീഡിയോയില് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും നല്ല ചൂടൻ ക്ലൈമറ്റ്, നല്ല അടിപൊളിയാന്ന് വിചാരിക്കും.
നല്ല തണുപ്പാണ് ഇവിടെ. 2-3 ഡ്രസ്സുകൾ ഇട്ടിട്ടാ വന്നിക്കുന്നത്. ഇവിടെ അതിർത്തി നമ്മുടെ നാട്ടിൽ നിന്ന് കുറ്റിയടിക്കുന്ന പരിപാടി ഇല്ല. ഇവിടെ ഈ റിബണാണ് അതിർത്തി. ഇതാണ് അതിർത്തി. ഈ റിബൺ കാണുന്നില്ലേ, ഓറഞ്ച് റിബൺ കാണുന്നില്ലേ ഇവിടെ, ഓറഞ്ച് റിബൺ. അതിങ്ങനെ കണ്ടോ എന്തോരം ആപ്പിൾ ട്രീസ് ആണ് ഇവിടെയൊക്കെ. ഇതില്ലേ ഞാൻ പറയുന്നത്, ഇതൊക്കെ നമുക്ക് ഇവിടെ ഇത്ര മുടക്കി വരണ്ട. ആ ഏരിയ ഉണ്ടല്ലോ വീണ്ടും ബാക്കിലത്തെ ഭാഗം, ആ ഭാഗത്തുള്ള മുഴുവനും ചെറിയ ചാക്കിൽ കെട്ടിയിട്ട്, ചെറിയ ചാക്കല്ല എന്താണ്, ചെറിയ പൗച്ചുകളുണ്ടല്ലോ ബ്ലാക്ക് കളറിലുള്ള, അതില് കെട്ടി അതില് കാറ്റിന്റെ വാ 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 നമുക്ക് പോവാ. ഇത് കൂടെയൊക്കെ ഈ മാനുകള് പോയിട്ടുള്ള വഴികളാകുന്നുണ്ട്. അങ്ങനെ ജസ്റ്റ് ഓക്കെ അന്ന് പോയി നോക്കാ വെച്ചിട്ടാ. ഈ ബേസിൽ ജോസഫിന്റെ ഒരു ഫിലിം ഉണ്ടായിരുന്നില്ലേ കാനഡയിൽ, ഇങ്ങനെ ഒരു ഒറ്റയ്ക്കൊരു വീട്ടിൽ നിന്നിട്ട് ഒരു ചർച്ചില് ടൈപ്പ്. അതെ അതെ. ടാൻസിക്ക് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ഇതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളുടെ ഫേവറേറ്റ് ആണ് അവിടെ നടന്നിട്ട് തപ്പുക. എന്നിട്ട് അവൾക്ക് ഇഷ്ടമുള്ള, എന്നിട്ട് ഒരു ഒറ്റ കറങ്ങലാണ് ചില സമയത്ത്. വലിച്ചോണ്ടു ഈ പതുക്കെ നടക്കാൻ പറ്റില്ല. അതാ പ്രശ്നം. അവിടേക്കൊക്കെ നോക്കിയ ഈ കെട്ടിയതൊക്കെ ഈ മരമൊക്കെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഇതായി പോകൂലല്ലേ. അതെ അത് നമുക്ക് നല്ല രീതിയിൽ ഒരു ഇതാക്കേണ്ടി വരും. നമുക്ക് ഇങ്ങനെയുള്ള മരത്തിന് നേരെ താഴെ വന്നിട്ട് ഓരോ കമ്പി കെട്ടിട്ടേ ഈ റിബൺ തന്നെ ആ കമ്പിയിലേക്ക് വലിച്ചു കെട്ടുക. ഇവിടെ ഒരു കമ്പി കെട്ടുക, എന്നിട്ട് ഈ റിബൺ തന്നെ അതിലേക്ക് വലിച്ചു കെട്ടുക. ഈ റിബൺ ലെവൽ ശരിയല്ല, കാരണം അവിടേക്ക് കുറച്ചുകൂടി അല്ലല്ല, അവര് കെട്ടിയ റിബൺ ശരിക്കും നിക്കാൻ വേണ്ടിട്ട്, അല്ലാണ്ട് നമുക്ക് ഈ റിബൺ അയക്കാൻ പറ്റുന്നില്ല. അവരെന്തോ ജാതി കെട്ടല് കെട്ടി വെച്ചിരിക്കുന്നു. ഇത് കണ്ടാ ഏട്ടാ, അങ്ങോട്ട് നോക്കിയേ. ഇവിടെ കണ്ടോ, അവിടെ കണ്ടോ റിബൺ. അപ്പൊ ഇത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരിക കണ്ടോ, അവിടെ കുറച്ച് തള്ളിക്കുണ്ട് അല്ലേ, അവിടെ കുറച്ചിങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ വന്നിരിക്കുക. കാരണം അവിടെ അവര് ആ പെയിന്റ് അടിച്ചിട്ടുണ്ട്, ഓറഞ്ച് പെയിന്റ്. ഇങ്ങനെ വന്നിട്ട് അങ്ങോട്ട് പോകും. പിന്നെ അവിടെ നമ്മള് ആ പിക്ചറിൽ അവര് അയച്ചതില്ലേ, അതിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഒരു എഡ്ജ് ഇങ്ങനെ കൂത്തിട്ട്. ഇത് എവിടുന്നാണ് ഇത്രയും മേപ്പിളിന്റെ ചെടികൾ ഇവിടെ താഴെ എന്നുള്ളതാണ് മനസ്സിലാവാത്ത. ഓട്ടോമാറ്റിക് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ കാറ്റത്ത് വരുന്നതാവുന്നുണ്ട്. അയ്യോ എന്റെ ലിപ്സ് ഒക്കെ ഉണ്ടല്ലോ വെറുങ്ങലിച്ചിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. I don't know മലയാളം. You don't know മലയാളം? I don't know മലയാളം. ഒരു കനേഡിയൻ സ്റ്റൈലിൽ സംസാരിച്ചോ? അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. Let's go. Let's go this way. അങ്ങോട്ട് എന്തിനാ ഇങ്ങോട്ടാ പോണത്? ഇവൻ ചാടി ചാടി പോണത്, ഇവന് നടക്കാൻ പറ്റില്ല, മണ്ണിലിങ്ങനെ ചാടി ചാടി പോണ. ഓക്കെ, അവനോട് ശുശ്രൂഷിക്കാണ്ട്. അത് ശരി, ഓക്കെ പറ.
Theo, this way, this way, this way. മലയാളം നമ്മളിവിടെ മലയാളീസിനെ കാണുമ്പോഴേ നിങ്ങൾ മലയാളിയാണോ അറിയും മലയാളി നാട്ടിൽ എവിടെയാ? ഇടയ്ക്കിടയ്ക്ക് ഇതിലെ വരണമെന്ന് പറയാ. ആ മരത്തിന്റെ ഷേപ്പ് നോക്കിയ ഒരു കവണ പോലെ ഇങ്ങനെ. ശരിയാ, പക്ഷെ ആ പറഞ്ഞ സാധനം എന്താന്ന് മനസ്സിലായില്ല. പുള്ളി കവണന്ന് പറഞ്ഞാൽ നമ്മള് ട്യൂബ്, സൈക്കിളിന്റെ ട്യൂബ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചിട്ട് വിടുന്ന സാധനല്ലേ? ഓ, കളിക്കാൻ യൂസ് ചെയ്യുന്ന. അതല്ലല്ലോ, അതാണ് ചവണ കവണ എന്താ പറയുന്നത്. ആ മരത്തിന്റെ ഷേപ്പ്. അയ്യോ, ഈ മാനുകളൊക്കെ പോയ വഴികള് അവരൊക്കെ എന്ത് കൂളായിട്ട് എനിക്കൂടെ നടന്നു പോണ്ടാവുക. അവർക്ക് ഒന്നൊരു പ്രശ്നമില്ല. അയൽക്കൂടെയൊക്കെ പോണെന്നുണ്ട്. കാലം അതിന്റെ ഉള്ളിലെ കുടുങ്ങുന്ന ദൈവത്തിന് അറിയില്ല. കാരണം നോക്കി നടന്നോട്ടോ. ഞാൻ എപ്പോഴും ഒരു വടി പിടിച്ചിട്ട് വടി എടുത്തിട്ട് കയ്യില് പിടിക്കാറുണ്ട്. വടി പിടിച്ചിട്ട് കയ്യിലെടുക്ക വടിയെ പിടിച്ചിട്ട് നടക്കാറുണ്ട് ഒരു ഇതിന് വേണ്ടിട്ട്. ഒന്നും എടുത്തില്ല. നല്ലതാണ്, സാധാരണ താങ്കൾ പിടിക്കാറുള്ളതാണല്ലോ. അതാ ഞാൻ പറഞ്ഞേ. ഇന്ന് ഈ മരൊക്കെ ഉണ്ടല്ലോ വീടെടുക്കുന്നത്, കത്തിക്കാനൊക്കെ നല്ലതാട്ടോ. കത്തിക്കാന് നമുക്ക് ഗാർഡൻ ബെഡ് ഇടാനൊക്കെ. ഗാർഡൻ ബെഡിന് യൂസ് ചെയ്യാം. നോക്കിയാ ദൂരം മരം വീണെടുക്കുന്ന മരങ്ങൾ അതിനെ കൂട്ടിയുമ്പോഴേക്കും ഒരു ലോഡ് ഉണ്ടാവും. നമുക്ക് ഇനി താഴത്തേക്ക് ഉണ്ട് അല്ലേ? അപ്പുറത്തേക്കുണ്ട്. വീട് കാണുന്നുണ്ട് ഇവിടെ. താഴത്തേക്ക് അവിടെ ഒരു ട്രെയിൽ ഉണ്ട് ആക്ച്വലി. ആ ട്രെയിലിന്റെ കൂടെയാണ് സ്ട്രീം വഴി പോണത്. ആ സ്ട്രീം പോകുന്നതാ. പക്ഷെ താഴെ ഭാഗത്തേക്ക് പോകണ്ട കേട്ടോ, കാലം തന്നെ സ്ലിപ്പായിട്ടേ. അതെ അതെ. ഈ സ്നോന്റെ സമയത്ത് പോണത്, സ്നോ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണ്ട അവിടെ ഇവിടെയൊക്കെ. അതിന് സ്നോന്റെ സമയത്ത് പോണത്, സ്നോന്റെ സമയത്ത് പോണതേ ഒരു ഡേഞ്ചർ ആണ്. ഇവിടെയൊക്കെ നല്ല ഇതാണ്. ഇവിടെയൊക്കെ നോക്കിയാൽ കുറച്ച് ഒഴിഞ്ഞ ഭാഗം. അതെ അതെ. അതിപ്പോ വിന്റർ ആയിരുന്നു. നമ്മള് സ്പ്രിങ്ങിലൊക്കെ വരുമ്പോ ഭയങ്കര ഇതിൽക്കൂടെ നടക്കാൻ പറ്റാം. ഞാൻ എപ്പോഴും വിചാരിക്കും, നോക്ക് അപ്പുറത്തെ അതില്ലേ, ആ സ്ട്രീമിന്റെ അപ്പുറത്തെ സൈഡ്, അവിടേക്ക് ഒന്ന് നോക്കണം. അത് ചിലപ്പോ അപ്പുറത്തെ ആൾക്കാരുടെ പ്രോപ്പർട്ടി ആയിരിക്കും. നമ്മുടെ പ്രോപ്പർട്ടി അല്ല, അത് അപ്പുറത്തുള്ള ആൾക്കാരുടെ പ്രോപ്പർട്ടിയാ. അതാണ് പ്രശ്നം. അല്ല, ജസ്റ്റ് ഒന്ന് പോയി നോക്കണം എന്നിങ്ങനെ വിചാരിക്കും. അതിന്റെ ആവശ്യമൊന്നുമില്ല.
ഇത് നോക്കിയ വലിയ ഫുട് പ്രിന്റ്സ് ഇട്ടാ. ഇത് നാളെ ഞാൻ മോളും നടന്നിട്ടുണ്ടായിരുന്നില്ലേ? അതൊന്നല്ല, ഇത് അതിന് ശേഷമുള്ള നോക്കിയ. ഇത് ഞങ്ങളല്ല, നിങ്ങളുടെ അല്ല പറയുന്നത്, ഞാൻ പറയുന്നത് ആ മറ്റേ കയോട്ടിയിൽ കൂടെ വന്നിട്ട് തന്നില്ലേന്നോ. കയോട്ടീസിന്റെ ആണ് അത്, ഇല്ലാണ്ട നിങ്ങളുടെ ഒന്നുമില്ല. നിങ്ങളുടെ കാലം എന്നാ ഇതാണ് ഞാൻ പറഞ്ഞത്. എന്റെ നോസ് ഫ്രോസൺ ആയി. മരങ്ങള് ഇങ്ങനെ